ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് ചൈനീസ് ബാൽസം എന്ന് പറയുന്ന ചെടീനെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും മഴ സമയമാണ്. മഴ വരുന്നതിലും മുന്നേ ഇതിൻ്റെ പുതിയ ചെടികൾ എങ്ങനെ നമുക്ക് പിടിപ്പിച്ചെടുക്കാമെന്നുള്ളതാണ്. മഴ കഴിയുന്നതോടുകൂടി നമ്മുടെ ഈ ചെടികളൊക്കെ, പഴയ ചെടികളൊക്കെ ഒരുവിധമൊക്കെ നശിച്ചു പോവും. എൻ്റെ ചെടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നീ കാണുന്നത് എന്തൊരു നല്ല ചെടിയായിരുന്നു എന്നൊക്കെ തണ്ടുകൾ ചീഞ്ഞു പോയി. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് എൻ്റെ ചൈനീസ് ബാൽസത്തിൻ്റെ. മഴ വരുന്നതിന് മുന്നേ എൻ്റെ ചൈനീസ് ബാൽസം എങ്ങനെയാണ് നിന്നിരുന്നതെന്നൊന്ന് നോക്കിയേ. ഇതേപോലെ തിങ്ങി നിന്നിരുന്ന ചൈനീസ് ബാൽസത്തിൻ്റെ ചട്ടീന് ഞാൻ കാണിച്ചു തന്നത്. ഇതെല്ലാതും ഓരോ തണ്ടുകൾ ഒടിഞ്ഞൊടിഞ്ഞു പോയി, എല്ലാം നശിച്ചു ഈ മഴയോട് കൂടിയിട്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഇനിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ മഴ വരുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ പുതിയ ചെടികൾ നമ്മൾ പിടിപ്പിച്ചെടുക്കണം. എന്നാലേ നമുക്ക് മഴ കഴിയുന്നതോട് കൂടി നമുക്ക് ഇതേപോലെ നമ്മുടെ ചെടികൾ രണ്ടാമതും പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോ അതാണ്. ഇതുപോലെ നമുക്ക് എങ്ങനെ ഇനി പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് കളറുണ്ടായിരുന്നു, എല്ലാം ചട്ടി കാലിയായി. ഇപ്പം എൻ്റെ കയ്യിലെല്ലാം നശിച്ചു പോയി. ഇനിയിപ്പോൾ നമ്മൾ മഴ കഴിയുന്നതോട് കൂടിയിട്ട് രണ്ടാമത് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്താൽ വെയിൽ കാലം വരുമ്പോഴേക്കും നമ്മുടെ ചൈനീസ് ബാൽസം ഇതുപോലെ ഉഷാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. വളമൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ നോക്കിയെടുത്താൽ ഇത്രയ്ക്കും പൂക്കളോട് കൂടി നമുക്ക് നമ്മുടെ ബാൽസം, ചൈനീസ് ബാൽസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. മഴ വരുന്നതിന് മുന്നേ നമ്മൾ ഈ ചൈനീസ് ബാൽസത്തിൻ്റെയൊക്കെ ചെറിയ ചെറിയ തണ്ടുകൾ മുറിച്ചെടുത്ത് പുതിയ തൈകൾ പിടിപ്പിച്ചെടുക്കണം. കണ്ട, ഇത്രയ്ക്കും പോകുന്ന ചെറിയ തണ്ടുകൾ വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെയുള്ള തണ്ടുകൾ നമ്മൾ മുറിച്ച് പുതിയ ചെടികൾ നമുക്ക് എങ്ങനെ പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. കൊച്ചു കൊച്ചു തണ്ടുകളായിരിക്കണം കേട്ടോ മുറിച്ചെടുക്കുന്നത്. നോക്കിയേ, ഇത്രയ്ക്ക് വലിപ്പമുള്ള തണ്ട് മതി നമുക്ക് പുതിയ തൈകൾ ഇതിൻ്റെ പിടിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ തണ്ടുകളൊക്കെ നുള്ളി എടുക്കുന്നുണ്ട്. അതുപോലെയുള്ള തണ്ടുകൾ മുറിച്ചെടുത്ത് തന്നെയാണ്. സാധാ നമ്മുടെ പറമ്പിലെ മണ്ണ് മാത്രമുള്ളത് കുത്തി പിടിപ്പിച്ചതാണ് ഇപ്പോൾ ഈ കാണുന്നത് ചെറിയ തണ്ടുകൾ. മണ്ണ് മാത്രമുള്ള, വേറെ ഒരു വളവും ഇതിൽ ചേർത്തിട്ടില്ല. ആ മണ്ണിൽ നമ്മൾ കുത്തി കൊടുത്ത് എല്ലാതും വേരോടി ഇപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതിപ്പോൾ കളർ ഏതെന്നൊന്നും അറിയില്ല. എല്ലാതും ഞാനൊരു ചട്ടിയിൽ കൂട്ടി കുത്തി കൊടുത്തിരിക്കുന്നു. അപ്പോൾ എല്ലാതും ഇപ്പോൾ നല്ല ഇതിൽ വളർന്ന് വന്ന് മുട്ടൊക്കെ വരാറായി തുടങ്ങിയിട്ടുണ്ട്. വേരോടി നന്നായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പറിച്ച് നടണം. ഇത് മാറ്റി നടാൻ വേണ്ടിയിട്ട് ഇതേ ഞാൻ മണ്ണൊക്കെ മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഈ മണ്ണിൽ യാതൊരു വളവും ചേർത്തിട്ടില്ല. ഇതിപ്പോൾ ഞാൻ പറമ്പിലെ മണ്ണും എംസാൻഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇത് എംസാൻഡ് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളം പെട്ടെന്ന് വാർന്നു പോവും ചട്ടിയിൽ നിന്ന്. അതിന് വേണ്ടി തന്നെ ഇതേ ചട്ടി നോക്കിയ ചട്ടിയിൽ നമ്മൾ നല്ലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. വെള്ളം കെട്ടി നിൽക്കാണ്ട് വാർന്നു പോണ പോലത്തെ ചട്ടി വേണം നമ്മൾ എപ്പോഴും ചൈനീസ് ബാൽസം വെക്കാനായിട്ട് എടുക്കേണ്ടത്. എന്നിട്ട് താഴെ ഒരു ഓടും കഷ്ണം വെച്ച് കൊടുക്കുക. വളമൊന്നും താഴേക്ക് ഒലിച്ച് പോവാണ്ടിരിക്കാണ്ട് ഇതുപോലെ നമ്മൾ ചട്ടി സെറ്റാക്കി വെക്കുക. ഇനി നമുക്ക് ഇതൊക്കെ പഴയ ചെടികളാണ്, ചീഞ്ഞ് പോയിട്ട് ബാക്കിയുള്ള ചട്ടികളാണ് ഇത് കാണുന്നത്. 3-4 ചട്ടി മാത്രം കേടാവാണ്ട് നിൽക്കണതാണ്. അതിലിതേ പൂക്കളും ഉണ്ട്. നമ്മൾ ഇപ്പോൾ നട്ട് പിടിപ്പിച്ചതാണ് ഇതൊക്കെ. ഇതിൽ നിന്ന് നമുക്ക് ഓരോന്ന് ഈ ചട്ടിയിലേക്ക് നട്ട് കൊടുക്കാം, മണ്ണ് നിറച്ച ചട്ടിയിലൊക്കെ കേട്ടാ. ഓരോന്നും പറിച്ച് ഒരു തണ്ട് 2 തണ്ടൊക്കെ വെച്ച് നടാം. എന്നാലും അത് ബുഷിയായിട്ട് നിൽക്കണതാണ് ആ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതൊക്കെ കളറാണ് ഇപ്പോൾ ഇതിൽ പൊടിച്ച് വന്നിട്ടുള്ളതെന്ന് അറിയില്ല, പൂടുമ്പോൾ അറിയുള്ളൂ നമുക്ക്. എല്ലാ കളറും ഞാൻ മഴയിലും മുന്നേ തണ്ടൊക്കെ നുള്ളി നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് പറിച്ചെടുക്കാം. പതുക്കെ പറിക്കണം. കുറച്ച് വൈകിപ്പോയി ഞാൻ പറിച്ച് നടാനായിട്ട്.
കുറച്ച് പണിത്തിരക്കുണ്ടായിരുന്ന കാരണം ഞാനത് വിട്ടു. അപ്പം അതുകൊണ്ട് ലേശം വലുതായി ഇതിനിപ്പോൾ ഒന്ന് പിടിച്ചു വരുമ്പോൾ ഒന്ന് കൂമ്പൊക്കെ ഒന്ന് ഉള്ളി ഒന്ന് ബുഷിയാക്കി എടുക്കണം ഇതിനെ. തൽക്കാലം ഇപ്പം ഇങ്ങനെ നട്ടു കൊടുക്കാം. നമുക്ക് കുറച്ച് ഹൈറ്റ് കൂടിപ്പോയേ. ഒന്ന് ഉറക്കൊന്ന് അമർത്തിയാൽ ഇതിൻ്റെ തണ്ട് മുറിഞ്ഞ് വീഴും. ആണ് പേടി. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചൈനീസ് വത്സത്തിന് തണ്ടേ ഭയങ്കര ബലക്കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് ചെയ്യണത്. ഇതിപ്പോൾ നട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത ചട്ടി അല്ല, എല്ലാ ചട്ടിയിലും നട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം ഞാൻ. അല്ലാതെ ഒന്നും നടട്ടെ. അടുത്തത് ഇത് കണ്ടിട്ട് തോന്നുന്നു വെള്ളയിൽ തോന്നുന്നുണ്ട്. വെള്ള കളറ് തണ്ട് കണ്ട ഇലയുമൊക്കെ. ഇത് വെള്ളയിൽ തോന്നുന്നുണ്ട്. ഇത് വെച്ചുകൊടുക്കാം. വെള്ള എല്ലാതും ഇതുപോലെ നടട്ടെ. മറ്റേ ഇനിയുണ്ട് ചട്ടികൾ കണ്ട, മണ്ണ് നിറച്ച ചട്ടികൾ. എല്ലാം നട്ട് കുറേശ്ശെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നട്ട ചെറിയ ചെടികളൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകും. അതുകൊണ്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെടി പെട്ടെന്ന് കേടാവും. മഴ ശക്തിയായി മഴ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചീഞ്ഞു പോകും. തണ്ട് താഴെ വെച്ച് മുറിഞ്ഞ് വീഴും. ഇതൊക്കെ ഇനിയിപ്പോൾ നമ്മൾ നട്ട് പിടിപ്പിച്ചത്. പിന്നെ മുൻപത്തത് കുറച്ച് ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ട, ഞാനിത് പോയതൊക്കെ ഒന്ന് നുള്ളി സെറ്റപ്പാക്കി വെച്ച് ഇതൊക്കെ ആദ്യം ഒന്ന് ബുഷിയായി ഇപ്പോൾ വന്നിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ. ഇത് ആദ്യത്തെ കാലത്തെ ചൈനീസ് ബാൽസണ്. ഇതൊക്കെ എല്ലാം പോയി മഴ വന്നപ്പോൾ. മഴയത്താണ് ഇത് ഇരുന്നിരുന്നത്. അതുകൊണ്ടേ ഇനി എല്ലാതും പൂവിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കളറുകളൊക്കെ ഏതൊക്കെയെന്ന് അറിയാൻ പറ്റുള്ളൂ. ചൈനീസ് വത്സത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂ. എനിക്ക് അറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മഴക്കാലത്ത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. പെട്ടെന്ന് ചീഞ്ഞു പോണ ഒരു ചെടീന് ഒരുപാട് കെയറിങ് കൊടുക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് ചൈനീസ് ബാൽസം. അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരാം കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ ബൈ.